ഇത് കുറച്ച് മൂക്കാനൊന്നും ആയിട്ടില്ല. പൂക്കത്തേക്ക് കായൊന്നും പിടിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ആയി കൂട്ടുകാരി, എല്ലാവർക്കും ടെക് ക്ലാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ടെറസിലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു തണ്ണിമത്തന്, അതുപോലെ തന്നെ ഷമ്മാമ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മൾ നട്ടതൊന്നുമല്ല. അപ്പോൾ നമ്മളിങ്ങനെ വളം, മറ്റു ചെടിക്ക് വളം കൊടുത്തപ്പോൾ അതിലിങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൽ 2-3 കായ് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഗ്രോ ബാഗിൽ നിന്നാണത് പൊട്ടിമുളച്ചുണ്ടായത്. ഇത് നമ്മൾ ചെറിയൊരു ബുഷ് ഓറഞ്ചിൻ്റെ തയ്യാണ്. അതിന് നമ്മൾ ചാണകപ്പൊടി വളം കൊടുത്തതാണ്. ആ വളം കൊടുത്തതിൽ 1-2 തൈ ഇങ്ങനെ പൊട്ടി മുളച്ചു. അത് ഒന്ന് ഷമ്മാമാണ്, ഒന്ന് ബത്തക്കൻ്റെ തയ്യും, തണ്ണിമത്തൻ. അപ്പം വളർന്നു വന്നപ്പോൾ ഞാനത് പറിച്ച് ഒഴിവാക്കില്ല. ചെറിയ ഓലകളൊക്കെ ഇങ്ങനെ ഇട്ട് ഞാൻ പിന്നെ കഴുങ്ങിൻ്റെ പട്ടകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിലൊക്കെ പടർന്നു പോയി. കുറേ കായ് ഉണ്ടായിരുന്നു. കായ് ഇഷ്ടം പോലെ വിരിഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ 2-3 കായയിൽ പിടിച്ചിട്ടുണ്ട്. ഒരു കായ് കിട്ടിയാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ. നമുക്ക് ഇതിന് പ്രത്യേകമായിട്ടൊരു പരിഗണന ഒന്നും കൊടുത്തില്ല. അപ്പോൾ ആ വളം കൊടുത്തതിൽ അങ്ങനെ പൊട്ടിണ്ടായതാണ്. അപ്പോൾ അതിനെ സംരക്ഷിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കായ്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട് കായ്. അപ്പോൾ ഇതൊരു കായാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കായ് ഉണ്ടായിട്ട് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ കായൊക്കെ ഇങ്ങനെ ചെറിയ മുള്ളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറേ വീട് വന്നിട്ടുണ്ട്. ഇനി പിടിക്കാമെന്ന് അറിയില്ല. അങ്ങനെ പടർന്ന് പിടിക്കുന്നുണ്ട്. ഇതാണ് ഷമ്മാമിൻ്റെ വള്ളി. അതിലും കുറേ കായ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കായ് ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ അതിമൊക്കെ കായ് ഇങ്ങനെ മഞ്ഞ കളർ വന്ന് കഴിഞ്ഞ് കൊഴിഞ്ഞു പോയി. എപ്പോഴും പൂവിടുന്നുണ്ട്. കായ് ഇങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട്. ചെങ്കിലും കൂടി ഇതിൽ മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. എന്താ അറിയില്ല. നല്ലൊരു കായ് പിടുത്തല്ല. നമ്മൾ മത്തമ്മല് 2 കായാണ് പിടിച്ചത്. നമുക്ക് ഇപ്പോൾ ഒരു കായ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടെറസിലാണ് ഇപ്പോൾ അത്. ടെറസിൽ ഗ്രോ ബാഗിൽ നിന്നാണ് ഇപ്പോൾ അത് വളർന്നത്. അപ്പോൾ നമ്മൾ ഈ ഓലയൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തതിന് വളർന്നു കിടക്കാൻ. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഒന്നായിട്ട് ഈ ഓലൊക്കെ ചീഞ്ഞൊക്കെ. അത് സംഭവം എവിടെ ഉണ്ടാവും. ടെറസിലാണെങ്കിലും ഇതിപ്പോൾ നമ്മൾ നല്ല വിത്തൊക്കെ പിന്നെ നട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കായ് പിടിക്കും. ഇത് പിന്നെ അല്ലാണ്ട് ഇങ്ങനെ വന്ന വിത്തുകളല്ലേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കായ് പിടിക്കാത്തത്. അതൊക്കെ ഷമാമ പടർന്ന് പിടിച്ചിരുന്നു. കായ് പിടിക്കില്ല. അതിൽ 2-3 കായ് വലുതായി പിടിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ പോയി. അപ്പോൾ ഇവിടെ ഒരു കായ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം വലുതായിട്ടുണ്ട്. മൂക്കാനൊന്നും ആയിട്ടില്ല. കായ് അല്ല, ആദ്യം എന്താണിത് കായ് എന്നൊന്ന് പിടുത്തം കിട്ടാത്തൊരു കോലത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇതിൻ്റെ ഷമ്മാമിൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒരു ചെറിയ ബോൾ പോലെ ഉരുണ്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എനിക്കൊരു സംശയം, എന്താ ഇപ്പോൾ ഇത് കാട്ടുചെടീൻ്റെ എന്തോ ആണെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ കാട്ടുചെടിയെന്നല്ല, ഷമ്മാമാണ്. ഇനി അത് നല്ല മൂത്താൽ അതിൻ്റെ കളറൊക്കെ മഞ്ഞ കളറിലൊക്കെ വരും. അതാണ് നമ്മളെ ടെറസിലെ ബത്തക്ക, തണ്ണിമത്തൻ, ഷമ്മാമ് എവിടെ ഉണ്ടാവും കേട്ടോ. സാധനങ്ങളൊക്കെ നല്ല വിത്തും കൂടിയാണെങ്കിൽ. ഇതിലൊക്കെ എന്തായാലും ചെറിയ കായ്കൾ ഉണ്ട്. ചെറിയ കായ് ഇങ്ങനെ പിടിക്കുന്ന കായ് കൊഴിഞ്ഞു പോവുകയാണ്. നല്ലോണം കായ് പിടിക്കണ്ട. അടുത്ത പ്രാവശ്യം നല്ല വിത്തുമായിട്ട് ഇത് ഗ്രോ ബാഗിൽ നട്ടു നോക്കണം. ഏതായാലും ഇത് സാമ്പിള് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയാൽ കൂടെ സാമ്പിള് അങ്ങനെ നോക്കാം. അടുത്ത പ്രാവശ്യം നല്ല വിത്ത്. അതുപോലെ തന്നെ ഞാൻ ഒരു ചെടി, ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ വഴുതനൻ്റെ ചെടിയാണ് വിചാരിച്ചിട്ട്. അപ്പം താഴെ മണ്ണിലിങ്ങനെ മുളച്ച് വന്നത് കണ്ടപ്പോൾ വഴുതന ചെടിയാണ് വിചാരിച്ചത്. അങ്ങനെ ഞാനതിനെ അവിടുന്ന് പറിച്ചിട്ട് ഒരു ഗ്രോ ബാഗിൽ നട്ട് അങ്ങനെ ടെറസ് കൊണ്ടുവച്ച് ഇങ്ങോട്ട് നമുക്കൊരു പെട്ടെന്ന് ഇങ്ങോട്ട് വളർന്ന് വലുതായി. നോക്കി നല്ല വളർന്ന് വലുതായി. അപ്പം നോക്കുമ്പോൾ ഇത് വഴുതന ചെടിയല്ല, നല്ല മുള്ള. അപ്പോൾ വഴുതന ചെടിയല്ലത്, നമ്മളൊന്ന് വിട്ടതാണ്. ഇത് ഈ എന്താണ് ചുണ്ടങ്ങ പറഞ്ഞ
മരമാണ്. ചെറിയ ചെറിയ കായ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പൂക്കുന്നതൊക്കെ കായൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ നിൽക്കട്ടെ വിചാരിച്ചു, കുറച്ച് ഒഴിവാക്കിയില്ല. അപ്പോൾ ചുണ്ടങ്ങാണെങ്കിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് ഇതിന്മേൽ നമുക്ക് ഈ ശാഖമേലൊക്കെ നമുക്ക് പിന്നെ വഡ്ഡി ചെയ്ത് കഴിഞ്ഞ് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാം. എല്ലാത്തുമേലും കുറേ കാലം ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ നല്ലൊരു ഇതാണ് ചുണ്ടങ്ങമേൽ വഡ്ഡി ചെയ്ത പല ഐറ്റംസ് നമുക്ക് ഇങ്ങനെ ഓരോരോ ശാഖയിൽ ഇങ്ങനെ വഡ്ഡി ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനെക്കൊണ്ട് അതിനാണ് വെച്ച് നിർത്തിയതാണ്. പിന്നെ ഇപ്പോൾ ഓരോരോ ചെടികളുണ്ട്, പല ഇതുണ്ട്. ഇപ്പോൾ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ നിന്നിട്ട് ഇങ്ങനെ അതാണ് ചെറിയ മുളക്, പിന്നെ പച്ചമുളക്, എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായും നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും തോന്നുന്നു. ഉണ്ടായി നോക്കിയിട്ട് അറിയാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.